ഈ ഹണ്ടറിൻ്റെ ലുക്ക് കാലികമാണ്. അതായത് കാലങ്ങളോളം ഈ ഒരു റെട്രോ ലുക്ക് ഇങ്ങനെ നിൽക്കും എന്നുള്ളതൊരു ഗുണമായിട്ട് പറയാം. എന്ന് കണ്ടാലും ആ ഒരു പുതുമയുണ്ടെന്നുള്ളൊരു ഗുണമായിട്ട് പറയാം. ഹായ്, ഹലോ, നമസ്കാരം. ഇത് റോയൽ എൻഫീൽഡിൻ്റെ ഏറ്റവും പുതിയ വണ്ടിയാണ്. അതായത് 100-350. ഈ ഒരു വണ്ടിയുടെ മുകളിലേക്ക് വരുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് എനിക്കൊരു സുഹൃത്ത് പറയുമ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ ഫേസ്ബുക്കിലുണ്ട്. അപ്പോൾ ഇന്ത്യയിലല്ലാത്ത പുറത്ത് താമസിക്കുന്ന ഫ്രണ്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിൾ, അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതുന്ന വാക്കുകൾ വായിക്കുമ്പോൾ അങ്ങനെ ഒരിക്കൽ വായിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഹാർലി ഡേവിഡ്സനെ കുറിച്ചാണ്. അതായത് പുള്ളിയുള്ള ചെറുപ്പകാലത്ത് ബൈക്കുകളെയൊക്കെ ഒരു യൂട്ടിലിറ്റി ആയിട്ട് കണ്ടിരുന്ന ആളായിരുന്നു. പക്ഷേ വിദേശത്ത് പോയി കുടിയേറിയപ്പോൾ ഈ ഒരു ബൈക്കേഴ്സ് ക്ലബ്ബിലൊക്കെ വന്നപ്പോൾ ഈ ഒരു ബൈക്ക് എന്ന് പറയുന്നത് വില കൂടി ടോയായി മാറി എന്നുള്ളതാണ് പുള്ളി പറഞ്ഞ കാര്യം. അതായത് ഹെൽമെറ്റ് ക്യാമറ നിരോധനത്തെക്കുറിച്ചൊരു പോസ്റ്റ് ചെയ്താണ്. അവിടെ ആ ഒരു ക്യാമറ ഇൻ്റർകോം ഉണ്ട്, ആ ഒരു ക്യാമറ വെക്കാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ഗ്രൂപ്പ് റൈഡൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ഫണ്ണും സ്ഥലങ്ങളെക്കുറിച്ച് അറിയാനുള്ളൊരു കാര്യം, വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ആ ഒരു ഫണ്ണൊക്കെ കൂടി ചേർന്നത് അത്യാവശ്യം നല്ലൊരു കാര്യമായിട്ട് പുള്ളിനെ കണ്ടു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലും ബൈക്കുകൾ മാറുകയാണ്. ബൈക്കുകൾ എന്ന് പറയുന്നത് ഒരു യൂട്ടിലിറ്റി എന്ന നിലയിൽ മാറിയിട്ട് ഒരു ടൂൾ എന്ന നിലയിൽ മാറിയിട്ട് ഒരു ടോയ് എന്ന നിലയ്ക്ക് മാറി. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു സിറ്റി യൂസിന് പറ്റിയ ഒരു കുഞ്ഞൻ ടോയാണ് ഈ റോയൽ എൻഫീൽഡ് 100-350. അതായത് ഈസി ടു ഫ്ലിക്കും അതുപോലുള്ള സുഖകരമായ കാര്യങ്ങളായിട്ടൊരു വണ്ടി എന്ന് പറയാം. അപ്പോൾ വണ്ടിപ്രാന്തൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാ സാധനം നമുക്ക് ഈ വണ്ടിയെ വിശദമായി തന്നെ പരിചയപ്പെടാം. 100-350ക്ക് 2 വേരിയൻസ് ഉണ്ട്. 2 വേരിയൻസ് എന്ന് പറയുമ്പോൾ മെട്രോയും റെട്രോയും. ഇത് റെട്രോയാണ്. ഇത് എടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും വാല്യൂ ഫോർ മണി എന്ന നിലയ്ക്ക് കിട്ടുന്ന വണ്ടിയാണ് ഈ ഒരു 100ൻ്റെ റെട്രോ. അതായത് 1,49,000 തുടങ്ങിയിട്ട് ആ ഒരു 1,75,000 രൂപ വരെ 2 വേരിയൻ്റുകളുള്ളത്. കളറുകളെ ബേസ് ചെയ്തിട്ടൊക്കെ ചില പേരുകളൊക്കെ മാറിയിട്ടുണ്ട്. എന്നാലും അപ്പോൾ ഇതാണ് ആ വണ്ടി. ബ്ലാക്ക് ആൻഡ് കളറിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. 2 കളറുകളാണ് റെട്രോയ്ക്ക് ഉള്ളത്. ഈ ഒരു 100ൻ്റെ ലുക്കാണ് പ്രധാനം. അതായത് ഷോർട്ട് വീൽ ബേസ് ആണെന്ന് പറയുന്നെങ്കിലും മറ്റുള്ള എൻഫീൽഡായിട്ട് ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ. എന്നിരുന്നാൽ കൂടി കാണാൻ നല്ല ഭംഗിയുള്ളൊരു വണ്ടി എന്ന് പറയാം. അതായത് എനിക്ക് ഈ ടാങ്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സാധാരണ എൻഫീൽഡ് ക്ലാസിക് പോലുള്ള വണ്ടികൾ അല്ലെങ്കിൽ എൻഫീൽഡ് ബുള്ളറ്റുകളൊന്നും കാല് ചേർത്ത് വെക്കാനായിട്ടൊരു ഗ്യാപ്പ് ഉണ്ടാവാറില്ല ഇവിടെ. ഇത് ശരിക്കും നമ്മളിരിക്കുന്നത് നല്ല വൃത്തിയായി തന്നെയാണ്. അതായത് നമ്മൾ റേസിംഗ് പോകുമ്പോൾ പഠിക്കുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ ഹാൻഡിലല്ല നമ്മുടെ ഒരു കാല് വെച്ച് അല്ലെങ്കിൽ തൈ വെച്ചാണ് വണ്ടി ബാലൻസ് ചെയ്യാനുള്ളത്. ആ ഒരു കാര്യം 100ൽ അന്വർത്ഥമാണ്. അതായത് ഈ ഒരു വണ്ടി നോക്കൂ, ഈ ഒരു വണ്ടിയുടെ കളർ നോക്കൂ. ഈ ഒരു ബ്ലാക്ക് കളർ കോമ്പിനേഷൻ തീർച്ചയായും നല്ലതല്ലേ. ഇപ്പോൾ ഈ ടാങ്കിൻ്റെ മുകളിലാണെങ്കിലും പഴയ ബുള്ളറ്റുകൾ സമാനമായിട്ടുള്ള ആ ഒരു ലൈൻ കാണാം. ഇത് കൈകൊണ്ട് വരയ്ക്കുന്ന വീഡിയോസൊക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. റോയൽ എൻഫീൽഡ് ലോഗോ ഉണ്ട്. ഈ കട്ടിങ്ങാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് ആ 350cc എഞ്ചിൻ എന്ന് പറയുന്നത്. 347cc, അതായത് 20 bhp 27 Nm ആണ്. കൂടാതെ ചെയിൻ കാണാം. ഈ ചെയിൻ എന്ന് പറയുന്നത് ഇപ്പോൾ ചെയിൻ്റെ കവർ കണ്ടില്ല, ഒരു ഹാഫ് കവറാണ്. ഇതൊന്ന് ഓറിങ് ചെയിനാണ്. ഇപ്പോൾ അതൊരു നല്ല കാര്യമാണ്. വീലുകൾ സ്പോക്ക് വീൽസാണ്. അപ്പോൾ മെട്രോയിൽ ആ ഒരു വീലൊക്കെ തന്നെ അലോയ് വീലാണ്. കൂടെ ഡുവൽ ചാനൽ ABS ഉണ്ട്. ഇതിൽ സിംഗിൾ ചാനൽ ABS ഉള്ളൂ. എന്നിരുന്നാൽ കൂടി ആ ഒരു സിംഗിൾ ചാനൽ ABSും ആ ഒരു സ്പോക്ക് വീലുകളും ഈ വണ്ടിക്ക് നല്ല ലുക്ക് കൊടുക്കുന്നുണ്ട്. മെട്രോ എന്ന് പറയുന്ന ആ ഒരു വണ്ടിക്ക് അലോയ് വീൽ ഉണ്ടെങ്കിൽ റെട്രോയ്ക്ക് അലോയ് വീൽ ഇല്ല. പക്ഷേ മെട്രോയ്ക്കാണ് ആ റെട്രോ എന്നുള്ള പേര് കൂടുതലായിട്ട് ചേരുന്നത്. ഇനി നോക്കിയാൽ ക്ലിയർ ലെൻസ് ഹെഡ്ലാമ്പാണ്. ഈ ഹെഡ്ലാമ്പിനകത്ത് ആ ഒരു ഹലോജൻ ബൾബ് കാണാം. പാർക്കും അതിനകത്ത് തന്നെയാണ്. ഇൻഡിക്കേറ്റേഴ്സൊക്കെ തന്നെ നമ്മൾ ഹിമാലയ കണ്ടിട്ടുണ്ട്. സെയിം ആണത്. ഇനി ഈ ഒരു പോഡ് ഇപ്പോൾ എല്ലാ വണ്ടിക്കും ലെഫ്റ്റിലേക്ക് മാറിയിട്ടുണ്ട്. ഈ ഒരു 100നും വ്യത്യാസമൊന്നുമില്ല. സീറ്റാണ് 100ൻ്റെ മറ്റൊരു ഹൈലൈറ്റ്. വലിയ സീറ്റാണ്, നന്നായിരുന്ന് യാത്ര ചെയ്യാൻ പറ്റിയ സീറ്റാണ്. ഈ സീറ്റിൽ നമുക്ക് 2 പേർക്ക് സുഖമായിരിക്കാം. കൂടാതെ ഫുഡ് പെക്സൊക്കെ തന്നെ ശരിക്കും ആ ഒരു സ്പോട്ടോണാണ്. ഇനി ഈ ഒരു വണ്ടി കണ്ട വേറൊരു കാര്യമെന്ന് പറയുന്നത് ന്യൂട്രൽ മാത്രമേ വണ്ടി സ്റ്റാർട്ടാവുള്ളൂ. ഗിയറിലിട്ട് ക്ലച്ചിൽ സ്റ്റാർട്ടാവില്ല. അതായത് ക്ലച്ചിന് സ്വിച്ച് ഞാൻ കണ്ടില്ല. ഇനി ആ വീലൊക്കെ കണ്ടോ, ആ വീലിൻ്റെ ഒരു വലിപ്പം കണ്ടോ. അതായത് അത്യാവശ്യം വലിയ വീലാണ്. ഈ ഒരു വീലിൻ്റെ പാറ്റേണൊക്കെ നല്ലതാണ്. പിന്നെ പിന്നിലേക്ക് നിൽക്കുന്ന ആ ഒരു ഭാഗവും ടെയിൽ ലാമ്പും റൗണ്ട് ടെയിൽ ലാമ്പാണ്. ഈ ഇൻഡിക്കേറ്റേഴ്സും ഈ റൗണ്ട് ടെയിൽ ലാമ്പും ശരിക്കും നല്ല ഭംഗിയുണ്ട്. ഇത് മെറ്റലല്ല, പ്ലാസ്റ്റിക്കാണ് കണ്ടോ. ഇനി ഒരു ഗ്രാബ് ഹാൻഡിലുണ്ട്, നല്ലൊരു ഗ്രാബ് ഹാൻഡിലാണ്. കൂടാതെ ഈ ഒരു നമ്പർ പ്ലേറ്റ് ഹോൾഡറും അതിൻ്റെ മുകളിൽ ലൈറ്റും കാണാം. താഴെയായിട്ട് റിഫ്ലക്ടർ കൂടിയുണ്ട്. സാരി കാർഡ് പോലുള്ള ബേസിക് ഫീച്ചേഴ്സ് തന്നെ കാണാം. കൂടാതെ റോയൽ എൻഫീൽഡിൻ്റെ ആ ഒരു പേരുള്ള ആ ഒരു ഫുഡ് റെസ്റ്റ് കണ്ടോ. പേരെന്ന് പറയുമ്പോൾ ആ ഒരു കൊത്തി വെച്ച ഇതാണ് ആ ഒരു ഗിയർ ലിവർ. സിംഗിൾ ഗിയർ ലിവറാണ്. അത് പിന്നിലേക്ക് ഇല്ല എന്നുള്ളതാണ്. വലതുവശത്ത് ആ ഒരു ടെയിൽ പൈപ്പ് കാണാം. ടെയിൽ പൈപ്പ് എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ എക്സോസ് പൈപ്പിന് ഉദ്ദേശിച്ച് ആ ഒരു ടെയിൽ പൈപ്പ് എന്ന് തന്നെ പറയാമല്ലേ. അതെ, ആ ടെയിൽ പൈപ്പിൻ്റെ ഒരു ഭംഗിയുണ്ടോ. ഭംഗി എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് അതിന്. കൂടാതെ 100 എന്നുള്ള സ്റ്റിക്കർ ഒരു ഗോൾഡൻ കളറിലാണ്. ഈ ഒരു സൈഡ് കവറൊക്കെ തന്നെ പ്ലാസ്റ്റിക്കാണ്. ഈ ഒരു മെറ്റൽ എന്ന് പറയുന്നത് ടാങ്ക് മാത്രമേ ഉള്ളൂ. ഈ ഒരു ഡിസൈൻ കണ്ടോ. അതായത് ഈ ഒരു വില്ലെന്ന് പറയുമ്പോൾ സ്പോക്കുകൾ ഞാൻ പറയുന്നതാണ്. ഈ വില്ലുകൾ ഇടാനായിട്ടുള്ള ഒരു ഗാഡി നല്ല ഭംഗിയുണ്ടല്ലേ. കൂടാതെ വലിയ സ്വിങ്ങമാണ്. ഇതിൻ്റെ ഒരു വീലിൻ്റെ കാര്യം പറഞ്ഞാൽ 120 സൈസ് വീലാണ്. ഇത് സിംഗിൾ ചാനൽ ABS ആണ്. മുമ്പിൽ ഡിസ്കും ബാക്കിൽ ഡ്രമ്മുമാണ്. പക്ഷേ ടോപ്പ് തന്നെ ഡുവൽ ചാനൽ ABS ഉണ്ട്. അതിൻ്റെ 2 വീലുകളും ഡിസ്ക് ബ്രേക്കാണ്. ആ ഒരു ബ്രേക്ക് പെഡൽ കണ്ടോ. ഈ പെഡലും അത്യാവശ്യം കാലികമാണെന്നുള്ളതാണ്. ഹൺഡ്രഡ് 350ക്ക് സിംഗിൾ ഹോണാണ്. ആ ഒരു സിംഗിൾ ഹോണും ആ ഒരു വലിയ ഡിസ്ക് ബ്രേക്കും കാണാം കേട്ടോ. അപ്പോൾ പിന്നിലെ ആ ഒരു ടയറിൻ്റെ സൈസ് 120 ആണെങ്കിൽ മുന്നിലെ 100 ആണ്. വലിയ ആ ഒരു ഡിസ്ക് ബ്രേക്ക് കാണാം. ഈ ഒരു വലിയ ഫോർക്കിൻ്റെ ഇരുവശത്തും റിഫ്ലക്ടറുകളുണ്ട്.
ഇനി സസ്പെൻഷൻ ഗ്യാസ് ഫീൽഡ് അല്ല എന്നുള്ളതും ഒരു വേണമെങ്കിൽ പോരായ്മയായിട്ട് പറയാം. പക്ഷേ വിലയുടെ കാര്യം നോക്കുമ്പോൾ അതൊക്കെ ശരിക്കും സാധൂകരിക്കപ്പെടുന്നുണ്ട് കണ്ടോ. ഇനി ഹാൻഡിലും ഷോർട്ട് ഹാൻഡിലാണെങ്കിൽ കൂടി ആ ഹാൻഡിൽ പിടിക്കാനായിട്ട് നല്ല രസമുണ്ട്, ഫ്ലിക്ക് ചെയ്യാനൊക്കെ നല്ല സുഖമാണ് സിറ്റിയിൽ. എനിക്കിത് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി. ഇനി ഈ ഒരു ടാങ്കിൻ്റെ ഷേപ്പ് നോക്കിയേ, മനോഹരമായ ടാങ്കല്ലേ. ഈ ടാങ്കിൻ്റെ ഷേപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു. കൂടാതെ ഹാൻഡിൽ ലോക്ക് ഈ ഒരു കീ തന്നെയാണ്, സൈഡിലെല്ലാം നല്ല കാര്യമായിട്ട് പറയാം. ഇനി സ്വിച്ചുകളൊക്കെ തന്നെ ആ റോയൽ എൻഫീൽഡ് കാണുന്ന സ്വിച്ചുകളൊക്കെ തന്നെയാണ്. സെൽഫ് സ്റ്റാർട്ട് കാണാം, കൂടാതെ ഡിം ലൈറ്റ് കാണാം, ഹോൺ കാണാം, പാസ് കാണാം. ഇവിടെ ഒരു ചെറിയ ഒരു USB പോർട്ടുണ്ട്. കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ആ USB പോർട്ടിൽ നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാം. അതായത് ഈ ഒരു USB പോർട്ടുണ്ടോ. മിററുകളൊക്കെ തന്നെ സാധാരണ റോയൽ എൻഫീൽഡിൻ്റെ മിററുകളാണ്. അത്യാവശ്യം നല്ല കാഴ്ച വരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, വിറക്കലൊന്നുമില്ല, വൈബ്രേഷൻ ഒന്നുമില്ല. ഇനി മീറ്റർ കൺസോൾ ആണെങ്കിലും ആ ഒരു സ്പീഡോ മീറ്ററും കൂടാതെ ഓടോ, ഫ്യൂവൽ, ട്രിപ്പ് A, ട്രിപ്പ് B അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാം. ഇനി ഇത് മാറ്റുന്നത് ഈ ഒരു ബട്ടണിലാണ്. അപ്പോൾ ഇതിൻ്റെ മുമ്പിൽ ഡിസ്കും ബാക്കിൽ ഡ്രമ്മാണെന്ന് പറഞ്ഞു. അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് ഉണ്ട്, ഓടിക്കാൻ നല്ല രസമുണ്ട്. എന്തായാലും നമുക്ക് വണ്ടി റോഡിലേക്ക് ഓടിക്കാം. അത്യാവശ്യം മഴയൊക്കെ വരുന്നുണ്ട്, എന്നാലും വണ്ടി റോഡിലേക്ക് ഓടിക്കാം. ഓടിക്കുമ്പോൾ ആ കാര്യങ്ങളൊക്കെ തന്നെ പറയാം. 100 ഒരു നല്ല ബൈക്കാണ്, എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് എൻ്റെ ഒരു വെർഡിക്റ്റ് എന്ന് പറയുന്നത്. അതായത് വണ്ടി ഓടിക്കുന്നതിന് മുന്നേ തന്നെ പറയാൻ പറ്റും ഈ സീറ്റുകളൊക്കെ അത്യാവശ്യം നല്ല കുഷനെയാണ്, ഇരിക്കാനായിട്ട് നല്ല കംഫർട്ടബിൾ ആണെന്നുള്ളതാണ്. റോയൽ എൻഫീൽഡിൻ്റെ 100 ഓടിക്കാണ്. 20 HP 20 PHP 27 Nm ആണ് ടോർക്ക് പവർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ലെഫ്റ്റ് കൂടെ ഓടിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് സ്പീഡ് ട്രാക്ക് അല്ലേ. അതായത് ഈ ഒരു വണ്ടി 100 മുട്ടുന്ന വണ്ടിയാണ്. 100 മുട്ടുന്ന പ്രശ്നമൊന്നുമില്ല. 100 മുട്ടും 110 വരെയൊക്കെയാണ് കമ്പനി പറയുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ അത് ഓടിച്ച് കുറേ ദൂരം ഓടിച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഞാൻ അത്യാവശ്യം നല്ല ജാമ്പൊക്കെ ചാമ്പി. പക്ഷേ സസ്പെൻഷൻ ഗ്യാസ് ഫീൽ അല്ലാതുകൊണ്ട് ചാട്ടം ചാടുമ്പോൾ നമുക്ക് ശരിക്കും ആ ഒരു ചാട്ടത്തിൻ്റെ ഫീൽ ശരിക്കും ഒരു അറിയുന്നുണ്ടെന്നുള്ളതാണ്. കൂടാതെ കാല് കൊടുക്കുമ്പോൾ, കാലല്ല കൈയാണ് സാധനം ബൈക്കിൽ കൊടുക്കുക. കൈ കൊടുക്കുമ്പോൾ ഞാൻ കൈ കൊടുത്ത് കാണിക്കാം. ഗിയർ ഡൗൺ ചെയ്തു. ആ ഒരു സൗണ്ട് കേട്ടില്ലേ, ഹയർ RPM സൗണ്ട് കേട്ടില്ലേ. ആ ഒരു ഹയർ RPM സൗണ്ട് ശരിക്കും നമുക്കറിയാം വണ്ടി എത്ര സ്ട്രെയിൻ ചെയ്യുന്നുണ്ടെന്നുള്ളത്. അതായത് ഇതൊരു സിറ്റി ബൈക്കാണ്. സിറ്റി ബൈക്ക് എന്ന് പറഞ്ഞാൽ വീണ്ടും പറഞ്ഞു സിറ്റിയിലൂടെ ഫ്ലിക്ക് ചെയ്ത് ഓടിക്കാനായിട്ട്, അതായത് അത്യാവശ്യം സിറ്റി യൂസിനും ഒക്കേഷണലി ഹൈവേയിലെടുത്ത് ഓടിക്കാനും പറ്റിയ ഒരു കുഞ്ഞൻ ബൈക്ക് എന്നാണ് ഒറ്റോട് തോന്നുന്നത്. അതായത് ലെങ്ത്തും അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെ കാര്യങ്ങളൊന്നും വലിയ വ്യത്യാസമൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഞ്ഞൻ ബൈക്ക് എന്നുള്ളത് പറയാൻ മാത്രമേ പറ്റുള്ളൂ. പക്ഷേ വണ്ടി വലിയ ബൈക്ക് തന്നെയാണ്. പിന്നെ ഇരിക്കാനായിട്ട് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ്, അത്യാവശ്യം നല്ല സീറ്റാണെന്നുള്ളത് പറയുന്നുണ്ട്. റൈഡിങ് പോസ്റ്റർ അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ പഴയ ഒരു FC വന്നപ്പോൾ ഉള്ള ഒരു ഫീലൊക്കെ നമുക്ക് ഈ വണ്ടി ഓടിച്ചപ്പോൾ കിട്ടി. അതായത് റോയൽ എൻഫീൽഡിൽ എനിക്ക് തോന്നുന്നു മികച്ച വണ്ടികളിൽ ഒന്നാണ് 100. അത് പറയുന്ന കാര്യം ഈ റൈഡിംഗ് പോസ്റ്റർ മാത്രമല്ല, ഈ വണ്ടിയുടെ മൊത്തത്തിലൊരു സ്വഭാവം കൂടിയാണ്. അതായത് ഓടിക്കാനായിട്ട് ഭയങ്കര ഈസിയാണ്. ഏറ്റവും എളുപ്പമായിട്ട് ഓടിക്കാൻ പറ്റിയ റോയൽ എൻഫീൽഡ് എന്ന് കൂടി വണ്ടി പറയേണ്ടതുണ്ട്. അതായത് നമുക്ക് ഈ വണ്ടി എങ്ങനെ കൊണ്ടുനടക്കാൻ ബുദ്ധിമുട്ടില്ല. തീരെ കുറഞ്ഞ റൈഡ് ഹൈറ്റ് ആയതുകൊണ്ട്, റൈഡ് ഹൈറ്റ് എന്ന് പറയുമ്പോൾ തീരെ കുറവല്ല, എനിക്ക് തോന്നുന്നു മീറ്റിയോതിനേക്കാളും കുറച്ചുകൂടി കുറവാണ്. പക്ഷേ ഞാൻ ഇരിക്കുന്ന ഒരു എൻ്റെ 5.7 ഹൈറ്റിൽ ഞാൻ ഇരിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ശരിക്കും നിലത്ത് ഇരിക്കുന്ന പോലെ തന്നെ, നിലത്തേക്ക് പറഞ്ഞാൽ കാല് ശരിക്കും നിലത്തേക്ക് എത്തുന്നുള്ള ഉദ്ദേശിച്ചത്. കൂടാതെ ഫുഡ് പെക്സും കാര്യങ്ങളൊക്കെ തന്നെ ശരിക്കും എന്താ പറയുക, ആ ഒരു കൺവീനിയൻ്റ് ആണ്. കൺവീനിയൻറ്റ് മാത്രമല്ല ശരിക്കും സ്പോട്ട് ഓൺ ആണ്. അപ്പോൾ നമ്മൾ ചില വണ്ടികളുടെ കാര്യം പറഞ്ഞില്ലേ, റൈഡിംഗ് പോസ്റ്റ് കൊള്ളില്ല, അല്ലെങ്കിൽ ഇരിക്കുന്ന സ്ഥലത്ത് ബുദ്ധിമുട്ടുണ്ട്. ഇത് ആ പരാതികൾക്കൊന്നും ഒരു സ്ഥാനവുമില്ല എന്നുള്ളൊരു അവസ്ഥ കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓടിക്കാൻ രസം മാത്രമല്ല, യാത്ര ചെയ്യാൻ അത്യാവശ്യം നല്ല വണ്ടിയായിട്ട് ഈ ഒരു 100-നെ കാണാം. 100 350 കാണാം. എനിക്ക് തോന്നുന്നു 100 350യുടെ എടുക്കാൻ പറ്റിയ വേരിയൻ്റ് എന്ന് പറയുന്നത് ഇതാണ്. കാരണം നമ്മൾ സിറ്റി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഡ്യുവൽ ചാനൽ ABSൻ്റെ അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെയുള്ള കൂടിയ സേഫ്റ്റി എയ്ഡിൻ്റെ ആവശ്യമൊന്നും തോന്നില്ല. കാരണം കുറഞ്ഞ സ്പീഡാണ്, 40, 50, 60, 70, 80. ഓക്കെ, മാക്സിമം ആ ഒരു സ്പീഡിൽ നമുക്ക് ഓടിക്കാം. കൂടാതെ ചവിട്ടിയെടുത്തും പിടിച്ചെടുത്ത് നിൽക്കുന്നൊരു സ്വഭാവമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ സിംഗിൾ ചാനൽ ABS ഉള്ള ഈ ഒരു മോഡലാണ് ഏറ്റവും കൂടുതൽ നല്ലതായിട്ട് തോന്നുക. അതായത് വാങ്ങുകയാണെങ്കിൽ ഇത് മേടിച്ചാൽ മതി എന്നുള്ളതാണ്. വാല്യൂ ഫോർ മണി പ്രപ്പോസിഷനാണ് ഞാൻ പറയുന്നത്. കാരണം 149 എന്ന് പറയുമ്പോൾ എനിക്ക് ഒന്ന് ഇറങ്ങി തരാനായിട്ടൊരു 160, 165 വണ്ടി കിട്ടും. റോയൽ എൻഫീൽഡ് 165 കിട്ടുക എന്ന് പറയുമ്പോൾ തന്നെ വലിയ കാര്യമാണ് ഇപ്പോൾ. അതായത് 2 ലക്ഷം കൂടുതൽ എല്ലാ വണ്ടിയുടെ വില. കൂടാതെ കാണുമ്പോൾ ഒരു കൗതുകം കൊണ്ടെന്നേ കുഞ്ഞൻ ബൈക്ക് എന്നുള്ള ഒരു ലുക്കിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ബാക്കിയുള്ള കാര്യത്തൊക്കെ അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട്. ഓടിക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ ഹാൻഡിലിൻ്റെ ഒരു പോസ്റ്റർ ഞാൻ പറഞ്ഞു, തീരെ ക്ഷീണമോ അല്ലെങ്കിൽ തീരെ എന്താ പറയുക കൈവേദന ഒന്നും ഇല്ലാത്തൊരു വണ്ടി എന്ന നിലയ്ക്ക് ഇത് മറ്റ് പല വണ്ടികൾക്കും ഭീഷണിയാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം റോയൽ എൻഫീൽഡ് വാങ്ങുന്ന ആളുകൾക്ക് ഇതാ പോകണം ക്ലാസിക്, ആ ഒരു ബുള്ളറ്റിലാണ്, അത് ക്ലാസിക് അല്ല. ഓക്കെ, ആദ്യം എൻഫീൽഡ് വാങ്ങുന്ന ആളുകൾക്ക് ബുള്ളറ്റാണ് ഉള്ള ഓപ്ഷൻ ഉണ്ടാകുന്നത്. ബുള്ളറ്റ് മാറിയിട്ട് എനിക്ക് തോന്നുന്നു ഇനിയുള്ള കാലങ്ങളിൽ ഈ ഒരു വണ്ടിയായിട്ട് മാറും, 100 മാറും. കാരണം ഈ 100ൻ്റെ ലുക്ക് കാലികമാണ്. അതായത് കാലങ്ങളോളം ഈ ഒരു റെട്രോ ലുക്ക് ഇങ്ങനെ നിൽക്കും എന്നുള്ളതൊരു ഗുണമായിട്ട് പറയാം. എന്ന് കണ്ടാലും ആ ഒരു പുതുമയുണ്ട് എന്നുള്ളൊരു ഗുണമായിട്ട് പറയാം. റൗണ്ട് ഹെഡ് ലാമ്പ്, റൗണ്ട് ടെയിൽ ലാമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ വണ്ടിയുടെ ഭംഗിയെ സ്വാധീനിക്കുന്നുണ്ട്. കൂടാതെ ഇപ്പം നമുക്കൊന്നും കൈ കൊടുത്ത് ഓടിക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നുള്ളതാണ്. ഞാൻ കൈ കൊടുത്താണോ ഇപ്പം ഞാൻ പറഞ്ഞത്, പണ്ടത്തെ ആളുകൾ പറയുന്നത് കാര്യമുണ്ട്. പണ്ട് എന്ന് പറയുമ്പോൾ ഒരു 10 വർഷം കൂട്ടിയാൽ മതി. ക്രാങ്ക് വെയിറ്റ് കൂട്ടിയ ബുള്ളറ്റിൽ 5ാമത്തെ ഗിയറിൽ 40 പോകാം. അപ്പോൾ ഞാൻ പോകുന്നത് 5ാമത്തെ ഗിയറിലാണേ. 5ാമത്തെ ഗിയറിൽ ഞാൻ പോകുന്നത് 40 കുറച്ചു, 40 എത്തട്ടെ, 40 എത്തിയിട്ട് തന്നെ വേറെ കാര്യമുള്ളൂ. ആ ചേട്ടൻ 360 ക്ലാസിക്.
അത് പുതിയ ക്ലാസിക്കാണ്, ഈ ഒരു മോഡലാണ്, ഐ മീൻ എഞ്ചിനൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ 40 പോകുന്നത് 5ാമത്തെ ഗിയറിലാണ്. ഞാൻ 5ാമത്തെ ഗിയറിൽ 40 മുമ്പ് ചുമ്മാ അങ്ങനെ കൈ കൊടുത്താലും വലിയ എന്താ പറയുക, വലിയ നാടകീയതയൊന്നും ഇല്ലാണ്ട് വണ്ടി അങ്ങ് പോകും കേട്ടോ. എഞ്ചിൻ ഇടിക്കുന്ന പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ലോ ആൻഡ് ടോർക്ക് കൊള്ളാമെന്നുള്ളത് പറയേണ്ടതുണ്ട്. 27 Nm എന്നുള്ളത് ഈ വണ്ടിക്ക് അത്യാവശ്യം നല്ല ടോർക്കാണ്. ഇപ്പോൾ 20 bhp എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു പുതിയ തലമുറ വണ്ടികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു വലിയ പവർ ആയിട്ട് തോന്നുന്നില്ല. പക്ഷേ ഒരു ബുള്ളറ്റിന് അല്ലെങ്കിൽ ഒരു റോയൽ എൻഫീൽഡിന് അല്ലെങ്കിൽ ഒരു എൻഫീൽഡിന് തന്നെ ഒരു 20 HP 27 Nm എന്ന് പറഞ്ഞാൽ നല്ല പവർ ടോർക്ക് ഫിഗറാണ്. കൂടാതെ ഈ വെയിറ്റ് കുറഞ്ഞ, അതായത് തീരെ വെയിറ്റ് കുറയാമെന്നല്ല പറയുന്നത്, എൻഫീൽഡുകളെ കമ്പയർ ചെയ്യുമ്പോൾ കനം കുറഞ്ഞ വണ്ടി എന്ന നിലയ്ക്കും അത്യാവശ്യം നന്നായി ഓടിക്കാൻ പറ്റിയ വണ്ടി എന്ന നിലയ്ക്കും വണ്ടിക്ക് റിലവൻസ് ഉണ്ട്. അതായത് രസമുണ്ട് ഓടിക്കുക എന്നുള്ളത് തന്നെയാണ് കാര്യം. ആ ഒരു കാര്യത്തിന് ഈ ഒരു ഷോർട്ടർ വീൽ ബേസും കൂടാതെ ഒരു വലിയ ഹാൻഡിൽ ബാറും കൂടാതെ അത്യാവശ്യം എല്ലാ സംവിധാനങ്ങളും ഉള്ളത് കൊണ്ട് തന്നെയാണ് കാര്യമായിട്ട് കാണുന്നത്. ഇനി എനിക്ക് തോന്നുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ വണ്ടിക്ക് ആ ഒരു ടാക്കോമീറ്റർ ഇല്ല എന്നുള്ളത് ഒരു പോരായ്മ തന്നെയാണ്. ടാക്കോമീറ്റർ ഇല്ലായ്മ എന്ന് പറയുന്നത് ഇപ്പോൾ പല വണ്ടികൾക്കും ഒരു പോരായ്മയായിട്ട് ഞാൻ പറയാറുണ്ട്. ഇപ്പോൾ പുതിയ ഓൾട്ടോ വന്നപ്പോൾ ടാക്കോമീറ്റർ ഇല്ലായിരുന്നു. പക്ഷേ ടാക്കോമീറ്റർ അത്യാവശ്യമാണോ എന്ന് വെച്ചാൽ അത്യാവശ്യമല്ലല്ലോ. നമ്മളെപ്പോലെ എന്തൂസിയാസ്റ്റിന് അത്യാവശ്യമാണ്. ഇപ്പോൾ സാധാരണ വണ്ടി ഓടിക്കുന്ന ആൾക്ക്, ഇപ്പോൾ ക്ലാസിക് ഓടിക്കുന്ന ആൾക്ക് ഫ്യൂൽ മീറ്റർ പോലും ഇല്ല. അതുപോലുള്ള കാര്യങ്ങളില്ലാത്തൊരു വണ്ടിക്ക് അതത്ര അത്യാവശ്യമല്ല, ആർഭാടമാണെന്നുള്ളത് ഒരു കുറവായിട്ട് തോന്നില്ല. പക്ഷേ എനിക്കത് കുറവായിട്ട് തോന്നി. കൂടാതെ ന്യൂട്രൽ മാത്രമേ സ്റ്റാർട്ടാവൂ എന്നുള്ളൊരു പ്രശ്നമായിട്ട് തോന്നി. ന്യൂട്രൽ മാത്രം സ്റ്റാർട്ടായാൽ പോരാ, എല്ലാ ഗിയറിലും സ്റ്റാർട്ടാവണം. ഞാൻ റൈറ്റ് സൈഡ് പിടിക്കാത്ത തന്നെ കാര്യം കൊടുക്കാത്തതുകൊണ്ടാണ് മെല്ലെ ഓടിക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിലാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓൾ ഡേ നമുക്ക് ഒരു ക്രൂസിങ് സ്പീഡിൽ ഇങ്ങനെ ഓടിച്ചു പോകാനും സിറ്റിയിൽ ഇങ്ങനെ ഫ്ലിക്ക് ചെയ്ത് കൊണ്ടു കിടക്കാനും അത്യാവശ്യം കുത്തിക്കയറ്റൊക്കെ ഓടിക്കാനും പറ്റിയ ഒരു റോയൽ എൻഫീൽഡ് എന്ന നിലയ്ക്ക് ഈ ഒരു 100 350 ശരിക്കും റിലവൻ്റ് ആണ്. കൂടാതെ വാല്യൂ ഫോർ മണി പ്രപ്പോസിഷൻ എന്ന നിലയ്ക്ക് ഈ വണ്ടി ശരിക്കും റിലവൻ്റ് ആണ്. അപ്പോൾ ഒരു റോയൽ എൻഫീൽഡ് നോക്കുന്ന ആൾക്ക്, ആദ്യ റോയൽ എൻഫീൽഡ് നോക്കുന്ന ആൾക്ക് ഇതിൽ കൂടുതൽ നല്ല വണ്ടി കിട്ടാനില്ല. ഇത് ഒരുപാട് വണ്ടികൾക്ക് ഭീഷണി ഞാൻ ഒന്നുകൂടി പറയുകയാണ്. കാരണം ഫ്യൂൽ എഫിഷ്യൻറ്റ് 36 കിലോമീറ്ററിൻ്റെ പുറത്ത് കമ്പനി പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എനിക്ക് ഏകദേശം ഒരു 30 കിട്ടിയിട്ടുണ്ട്, കുഴപ്പമില്ല. അത്യാവശ്യം നല്ല ഫ്യൂൽ എഫിഷ്യൻ്റ് ആണ്. കൂടാതെ പവർ 20 bhp, അത്യാവശ്യം വലിയ കുഴപ്പമില്ല. 20 PS bhp എന്തായാലും വലിയ കുഴപ്പമില്ല. 27 Nm അത്യാവശ്യം നല്ല ടോർക്കാണ്. 347 cc എന്ന് പറയുന്നത് ഇപ്പോൾ cc ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ അടുത്ത് ഓടിച്ച വണ്ടി എനിക്ക് തോന്നുന്നു TVS റോണിനാണ്. റോണിൻ കുറച്ചുകൂടി ക്യുക്കാണ്, കുറച്ചുകൂടി ഫാസ്റ്റാണ്, കുറച്ചുകൂടി അജയിലാണ്. പക്ഷേ പവർ അല്ലെങ്കിൽ ടോർക്ക് ഫിഗറുകളെല്ലാം നോക്കുന്നു. നമുക്ക് ആ ഒരു CC നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു 347 cc 350 എന്ന് പറയുന്നു ഈ ഒരു CC മികച്ചാണ്. കൂടാതെ ഡുവൽ ABS വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരിത്തിരി കാലികമായ ലുക്കും ഒരിത്തിരി കൂടി എന്താ പറയുക പവർഫുള്ളായ വണ്ടിയും വേണമെങ്കിൽ 2 വേരിയൻസ് ഉണ്ട്. പല കളറുകളുണ്ട്, കളറുകൾക്ക് വേറെ വേറെ പേരാണ് പറയണത്. അപ്പോൾ ഞാനൊരു റോയൽ എൻഫീൽഡ് 100 എടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു എൻ്റെ ചോയ്സ്, ഡിഫോൾട്ട് ചോയ്സ് എന്ന് പറയുന്നത് ഈ ഒരു ബ്ലാക്ക് മോഡലായിരിക്കും. അതായത് വാല്യൂ ഫോർ മണിയാണ്, കാണാൻ ഭംഗിയുണ്ട്, കൗതുകമുണ്ട്. കൂടാതെ അത്യാവശ്യം നല്ല രസം ഓടിക്കാനായിട്ട് നല്ല സീറ്റാണ്, നന്നായിരിക്കാം, നല്ല ഒരു റൈഡിങ് പോസ്റ്റർ ഉണ്ട്, നല്ല ഹാൻഡിലാണ്, USB ചാർജർ പോലുള്ള കാര്യങ്ങളുണ്ട്, ഇവൻ്റോ ടാക്കോമീറ്ററിലെങ്കിലും. അപ്പോൾ അത്രയുള്ള ഒരു വണ്ടി ഒരു എൻഫീൽഡ് നോക്കുന്ന ആളുകൾക്ക് മികച്ചൊരു വണ്ടിയായിട്ട് 100 കാണുന്ന പറയുന്നത് നിർത്തുകയാണ്. അപ്പോൾ അതുപോലെ ഒരു വീഡിയോ ഉപയോഗപ്പെടുന്നതിന് കരുതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് മറക്കുക, അതിന് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാം. എന്നാലും നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അതിന് ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്കിൽ ലൈക്ക് ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയറും കാണാൻ വേണ്ടി അറിയാലോ. ഞാൻ ഒന്ന് ഡൗൺ ചെയ്തിട്ടൊന്ന് കൈ കൊടുക്കുകയാണ്. അടുത്ത വീണ്ടും വരാം. അതുവരെയും നന്ദി, നമസ്കാരം. ഇവൻ അത്രയും സ്ഥലം ഉണ്ടായിരുന്നതിന് ഇങ്ങോട്ട് വരുന്നത് ആർക്കറിയാം. ബേസ് മോഡലാണ്. ഇതാണ് എൻ്റെ ഒരു ടോപ്പിൻ്റെ പറയാവുന്നൊരു പേരുണ്ട്. അലോയ് വീൽസ് ഉണ്ട്. കൂടാതെ ആ ഒരു മീറ്റർ കൺസോൾ മൊത്തത്തിൽ വ്യത്യാസമാണ്. സ്വിച്ചുകളൊക്കെ മീറ്റിയറിൻ്റെ സ്വിച്ചുകളാണ്. കൂടാതെ ഗ്രാഫിക്സ് കൊള്ളാം, വൈറ്റ് കളർ കൊള്ളാം. ബാക്കിൽ അലോയ്സ് ഉണ്ട്, ഡിസ്ക് ഉണ്ട്, ഡ്യുവൽ ചാനൽ ABS ആണ്. ഈ ഒരു ഗ്രാബ് ഹാൻഡിൽ വരെ ഡിഫറെൻ്റാണ്. മീറ്റർ കൺസോളും ഡിഫറെൻ്റ് ആണ് കേട്ടോ. ആ അലോയിൻ്റെ മുകളിലൊരു ലൈനും കൊടുത്തിട്ടുണ്ട് റെഡ്.